ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ വെക്കേഷൻ ആയാലും ഇപ്പോൾ വെക്കേഷൻ കഴിയാറായി, എന്നാലും ഞാൻ ഈ വെക്കേഷൻ്റെ ഈ ഒരു 10 ദിവസവും അത്യാവശ്യം നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിക്ക് ട്യൂഷൻ ഉണ്ട്. സോ അപ്പോൾ അവളെന്തായാലും നേരത്തെ എണീക്കും. അപ്പോൾ അമ്മ വന്ന് അവളെ വിളിക്കുമ്പോൾ ഞാനും ഒപ്പം തന്നെ എണീക്കും കേട്ടോ. എനിക്കങ്ങനെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറങ്ങാൻ അങ്ങനെ പറ്റാറില്ല. സോ ഞാൻ നേരത്തെയാണ് എണീക്കാറുള്ളത്. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ബെഡൊക്കെ ഒന്ന് ശരിക്കും വെക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ മോർണിംഗ് റുട്ടീൻസ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവുമല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ബെഡ് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് രാവിലെ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എനിക്കൊരു അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു ഹിസ്റ്ററിയിൽ. അപ്പോൾ ഒരു റൂളറിനെ പറ്റിയിട്ടാണ് എഴുതാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുമല്ലോ, വേറെ എവിടെയും നോക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ നോക്കി തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ റൂളറിനെ പറ്റിയിട്ട് ആ ഒരു ബുക്കിലില്ല. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ആ അസൈൻമെൻറ്റ് തുടങ്ങണം. പക്ഷേ ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ച് ഇത് നോക്കി ഇപ്പം അങ്ങോട്ട് എഴുതി അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ. പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ മെല്ലെ ബുക്കൊക്കെ അടച്ചിട്ട് കുറച്ച് സമയം കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ജനലും വാലൊക്കെ ഒന്ന് തുറന്നിട്ട് അങ്ങനെ കുറച്ച് സമയം പോസിറ്റീവായിട്ട് നിന്നു. ഇപ്പോൾ സമയം 8:30 ആയിട്ടാണ്. കാരണം അനിയത്തി ട്യൂഷന് പോകുന്നതുകൊണ്ട് ഞാൻ അവൾ പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോയിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഫുഡ് കഴിക്കുന്നത്. 8:30 ആകുമ്പോഴേക്കും നമുക്ക് പഠിക്കാനുണ്ട്. കാരണം എനിക്കിപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതുകൊണ്ടൊരു കുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്ങനെ ഞാൻ പഠിച്ചു തുടങ്ങിയാലാണ് എക്സാമിന് എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ. ഒക്ടോബറിലാണ് പരീക്ഷ. അപ്പോൾ സെപ്റ്റംബർ തീരാനായി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പുസ്തകമൊക്കെ എടുത്തിട്ടാണ് പതിവില്ലാതെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് ആ ഫോർമുലാസ് മാത്രം ഒന്ന് എഴുതി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ ഇരുന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ ലാസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റിവിഷനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോർമുലാസ് പിന്നെയും യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ A4 ഷീറ്റിൽ ഇങ്ങനെ ബോർഡർ വരയ്ക്കില്ലേ. അപ്പോൾ അതിന് അമ്മ എന്നെ സഹായിക്കുകയാണ് കേട്ടോ. എപ്പോഴും അമ്മ തന്നെയാണ് എനിക്കത് വരച്ചു തരാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ എഴുതണ്ടേന്നുള്ളതൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്ത് വെച്ചു മെറ്റീരിയൽസൊക്കെ. പിന്നെ ഈ അസൈൻമെൻറ്റിലേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒന്ന് പുറത്ത് പോയപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ എക്സാം ആയതുകൊണ്ട് കുറേ നോട്ട്സൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ട്സും കൂടിയും പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇപ്പോൾ സമയം ഒരു 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുളിക്കുമ്പോൾ ഒരു പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പാക്കിൻ്റെ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. എല്ലാവരും ഉണ്ടാക്കുന്നൊരു പാക്കായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കടലമാവ് എടുക്കുന്നുണ്ട്. ഈ ഒരു കടലമാവ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറുള്ളൊരു പാക്കാണ് ഈ ഒരു പാക്ക്. ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. നല്ല വർക്കിംഗ് ആണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി പിന്നെയും പഠിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഫിലോസഫിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിങ്ങനെ മാറ്റി സബ്ജക്ട്സ് പഠിക്കും കേട്ടോ. അതാകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടിയും മെമ്മറിയിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. വേറെ സബ്ജക്ട്സ് പഠിക്കുമ്പോഴേക്കും നമുക്കൊരു ബോറടിക്കില്ല പഠിക്കുമ്പോൾ.
ഇപ്പോൾ ഞാൻ വൈറ്റ് ബോർഡിൽ ഇതുപോലെ മാർക്കർ പെന്നൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടാണ് പഠിക്കുന്നത്. ചില സമയങ്ങളിൽ എനിക്ക് പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഞാനൊരു ടീച്ചർ എന്നുള്ള പോലെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഞാനിങ്ങനെ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ട് പഠിക്കാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ് കേട്ടോ. സോ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ബുക്കിലോ അങ്ങനെയൊക്കെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് പഠിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ബോറടി മാറി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് അമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് നമ്മളിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മേനെ സഹായിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ അത് ഒതുക്കി വയ്ക്കുക, അതിങ്ങനെ ഓരോന്നിലേക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെ സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. എനിക്ക് മനസ്സിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ തോന്നി ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ആശ്വാസം തോന്നുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഞാൻ അമ്മോടൊരു ബ്രഷും പേസ്റ്റും വാങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ യൂസ് ചെയ്യാനല്ല, ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഞാൻ നേരെ ബാഗിലേക്ക് എടുത്തു വെച്ചു, ഇല്ലെങ്കിൽ ഞാനിത് മറക്കും. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ചോറ് കഴിച്ചു. ചോറും ചെമ്മീൻ കറിയും പിന്നെ മുതിരയുടെ ഉപ്പേരിയും പിന്നെ അച്ചാറൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ടി വിയിലൊരു പഴയ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ സിനിമ കാണുന്നതാണ് എൻ്റെ ഒരു ഹോബി. അങ്ങനെ സിനിമ കണ്ട് ഫുഡ് കഴിച്ചു. അപ്പോഴാണ് ഒരു കോൾ വന്നത്, ഒരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പർപ്പിളിൽ നിന്ന് 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ അനിയത്തിക്ക് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ എന്ത് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവൾക്കും എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ് ബാം നല്ലൊരു ലിപ് ബാമായിരുന്നു കേട്ടോ. നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട് ലിപ്സൊക്കെ. പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളി കേട്ടോ. വായുടെ ഉള്ളിൽ വെച്ചാലും ഇറങ്ങിപ്പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കൊക്കോൻ്റെ ഫ്ലേവർ പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്കൊരു അക്വലോജിക്കയുടെ സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഞാൻ ഇങ്ങനെ എന്തോ അൺബോക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു യെല്ലോ കളറിലുള്ള സൺസ്ക്രീനാണ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ റെഡാണ്. കാരണം എനിക്ക് ഇവരുടെ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. പിന്നെ കുറേ കുരുവൊക്കെ പെട്ടെന്ന് വരും, എന്തെങ്കിലും നമുക്ക് മുഖത്തിന് പിടിക്കാതെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ. സോ ഇവരെ പ്രൊഡക്ട്സ് എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നി. പ്രത്യേകിച്ച് സൺസ്ക്രീൻ കേട്ടോ. വേറെ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ സൺസ്ക്രീൻ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം വാങ്ങിയതൊരു യെല്ലോ ആണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ റെഡ് വാങ്ങിയിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതിലെന്തോ ടൊമാറ്റോ ആണ് ഇതിലുള്ളതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് റൂട്ടീൻ വരെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.